1938 സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 4 വരെ കൊല്ലം ജില്ലയിലെ കടക്കലിൽ നടന്ന ജനകീയ പ്രക്ഷോഭമാണ് കടയ്ക്കൽ സമരം. അമിതമായ നികുതി പിരിവിനെതിരെ പ്രദേശവാസികൾ നടത്തിയ ഈ സമരം തിരുവിതാംകൂർ രാജ്യത്തിലെ പ്രധാന സായുധ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ പശ്ചാത്തലം അമിത നികുതി പിരിവ്. കടയ്ക്കൽ ചന്തയിൽ കരാറുകാർ അന്യായമായി അമിത നികുതി ഈടാക്കുന്നത് പ്രദേശവാസികൾക്ക് വലിയ ബാധ്യതയായി. പോലീസ് അതിക്രമം. നികുതി പിരിവിനെതിരെ പ്രതിഷേധിച്ച ജനങ്ങളെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തി. സമരത്തിന്റെ ആരംഭം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗം 1938 സെപ്റ്റംബർ 26 കടയ്ക്കൽ ആൽത്തറമൂട്ടിൽ നടന്ന യോഗത്തിൽ നികുതി പിരിവിനെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കാൻ തീരുമാനിച്ചു. പ്രധാന സംഭവങ്ങൾ. ജനകീയ പ്രതിഷേധം. നൂറുകണക്കിന് ജനങ്ങൾ ചന്തയിൽ ഒത്തുകൂടി നികുതി പിരിവിനെതിരെ പ്രതിഷേധിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമണം. സമരത്തിന്റെ ഭാഗമായി കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തകർത്തു. സ്വതന്ത്രരാജ്യം പ്രഖ്യാപനം. സമരത്തിന്റെ ഉച്ചസ്ഥായിയിൽ കടക്കലിനെ സ്വതന്ത്ര രാജ്യമെന്ന് പ്രഖ്യാപിച്ചു. പുതിയ വീട്ടിൽ രാഘവൻ പിള്ളയെ രാജാവായും ചന്ദിരൻ കാളിയമ്പിയെ മന്ത്രിയായും നിയമിച്ചു. സമരത്തിന്റെ ഫലങ്ങൾ. പട്ടാളത്തിന്റെ അടിച്ചമർത്തൽ. ബ്രിട്ടീഷ് പട്ടാളം കടക്കലിലെത്തി സമരത്തെ ക്രൂരമായി അടിച്ചമർത്തി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ മർദ്ദനമേറ്റു. 80-ൽ കൂടുതൽ വീടുകൾ ചുട്ടെരിക്കപ്പെട്ടു. നേതാക്കളുടെ അറസ്റ്റ്. പുതിയ വീട്ടിൽ രാഘവൻ പിള്ളയെ 5 വർഷം തടവിന് ശിക്ഷിച്ചു. ചന്ദിരൻ കാളിയമ്പി വർഷങ്ങളോളം ഒളിവിൽ കഴിയേണ്ടിവന്നു. സമരത്തിന്റെ പ്രാധാന്യം. കടയ്ക്കൽ സമരം തിരുവിതാംകൂറിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ നിർണായക ഘട്ടമായിരുന്നു. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ പ്രാദേശിക സമരങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായി ചരിത്രത്തിൽ ഇടം നേടി.